കുറച്ച് നാളുകളായി പാലക്കാടൻ നെൽപ്പാടങ്ങളുടെ ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്തിട്ട് എത്ര യാത്ര ചെയ്താലും മതിവരാത്ത വഴികളാണ് നെൽപ്പാടങ്ങൾക്കിടയിലൂടെ പോകുന്ന ആ ചെറിയ ഗ്രാമവഴികൾ. പാലക്കാട് ടൗണിന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന നെൽപ്പാടങ്ങളുടെ വ്യൂ പോയിന്റ്സ് തേടിയെത്തിയ യാത്രയാണിത്. പാലക്കാട് ടൗണിനടുത്തുള്ള പുത്തൂരിലെ ഫേമസ് ആയ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലാണ് ഇപ്പം നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ചരിത്രവും ഐതിഹ്യവുമൊന്നും എനിക്കറിയില്ല. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി കാണുന്നില്ലെങ്കിലും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ക്ഷേത്രങ്ങൾ നല്ല കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. പുത്തൂരിൽ നിന്ന് കൊട്ടേക്കാടിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണിത്. പലതവണ യാത്ര ചെയ്ത ഒരു വഴിയാണിത്. നെൽപ്പാടങ്ങളുടെ കാഴ്ച കാണാൻ എങ്ങോട്ട് പോവാം എന്നാലോചിച്ചപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു സ്ഥലമാണിത്. രാവിലെ നേരത്തെ ഇവിടെ വന്ന കാരണം നല്ല തണുപ്പുണ്ട്. സാധാരണ ഡിസംബർ ജനുവരിയിലെല്ലാം രാവിലത്തെ സമയങ്ങൾ നല്ല തണുപ്പുള്ളതാണ്. പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് എന്ന പലരുടെയും മനസ്സിലേക്ക് കടന്നു വരിക. എന്നാൽ പാലക്കാട് ചൂടുള്ള പോലെ തണുപ്പുള്ള സമയങ്ങളുമുണ്ട്. കൃഷി ആവശ്യങ്ങൾക്കായാണ് ഈ സമയങ്ങളിൽ കനാലിൽ വെള്ളമിടുന്നത്. രാവിലത്തെ തണുപ്പും ഈ കാഴ്ചകളെല്ലാം കണ്ടു നിൽക്കുമ്പോൾ സ്വയം മറന്നു പോകാറുണ്ട്. ഏതൊരു മനസ്സിനെയും ശാന്തമാക്കാനുള്ള കഴിവ് ഈ മനോഹരമായ കാഴ്ചകൾക്കുണ്ട്. ഇത് കണ്ടുനിന്ന സമയം പോകുന്നതേ അറിയില്ല. കൊട്ടേക്കാട് നിന്നും പടലിക്കാടിലേക്ക് പോകുന്നൊരു വഴി, ആ വഴിയിലൂടെയാണ് ഇനി സഞ്ചരിക്കാൻ പോകുന്നത്. ഈ വഴിയിലൂടെ മുന്നോട്ട് പോകുന്തോറും നെൽപ്പാടങ്ങളുടെ കാഴ്ച മതിയാവോളം കാണാൻ പറ്റും. ഈ വഴി യാത്ര ചെയ്താൽ മലമ്പുഴയിലെത്താൻ കഴിയും. മലമ്പുഴയിലേക്ക് പോകുന്നവർക്കും സ്ഥിരം യാത്ര ചെയ്യുന്ന വഴിയിൽ നിന്ന് ഒന്ന് മാറി യാത്ര ചെയ്ത് പാലക്കാടൻ നെൽപ്പാടങ്ങളുടെ ഭംഗി കണ്ടാസ്വദിച്ച് യാത്ര ചെയ്യുന്ന ഒരു വഴി കൂടിയാണിത്. പ്രകൃതി ഭംഗി ആസ്വദിച്ച് അധികം തിരക്കൊന്നുമില്ലാത്ത വഴികളിലൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സ്ഥലം പരിഗണിക്കാം. കുളവും നെൽപ്പാടങ്ങളും അമ്പലങ്ങളും പുഴയും മലനിരകളും ഞാനിന്ന് തിരഞ്ഞെടുത്ത ഈ വഴിയിലൂടെ യാത്ര ചെയ്ത കേരളത്തിൻ്റെ തനതായ കാഴ്ചകളെല്ലാം കാണാൻ കഴിയും. കുറേ പ്രാവശ്യം യാത്ര ചെയ്ത വഴിയാണെങ്കിലും ഈ വഴിയിലെ കാഴ്ചകൾ ഒരിക്കലും മടുപ്പിക്കില്ല. ഇതുപോലുള്ള ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര എന്നും പ്രിയപ്പെട്ടതാണ്. കാരണം ഇതുപോലുള്ള സ്ഥലത്തെ സൗന്ദര്യത്തെ നമ്മൾ സ്വയം മറന്നു പോകാറുണ്ട്. ഇവിടുത്തെ ഈ ശാന്തസുന്ദരമായ അന്തരീക്ഷം മനസ്സിനെയും ശാന്തമാക്കാറുണ്ട്. സ്വർഗം ഭൂമിയിൽ തന്നെയാണ്. കണ്ണു തുറന്നു നോക്കിയാൽ അത് കാണാൻ കഴിയും. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് ഒന്ന് ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നവരാ നമ്മളിൽ പലരും. മനസ്സിൽ എന്നും സന്തോഷം പകർന്നു തരുന്ന പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതാണ്. ഇതുപോലുള്ള വഴിയിലൂടെ പതുക്കെ ആസ്വദിച്ച് പോകുമ്പോഴാണ് അതിൻ്റെ സുഖം. ചില സ്ഥലങ്ങൾ എത്ര കണ്ടാലും പിന്നീട് വീണ്ടും കാണുമ്പോൾ ആദ്യമായി കാണുന്ന അനുഭൂതി തോന്നാറുണ്ട്. ഇതുപോലെ ഈ സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇതേപോലുള്ള സ്ഥലങ്ങൾ ഇതിനു മുൻപും പാലക്കാടിൻ്റെ പല ഭാഗങ്ങളിലായി ഞാൻ കണ്ടിട്ടുണ്ട്. അന്യനാടുകളിൽ നിന്ന് പാലക്കാട് എത്തുമ്പോൾ ഇവിടെ ഈ നെൽപ്പാടങ്ങൾ കാണുമ്പോൾ മനസ്സിലൊരു സമാധാനവും സന്തോഷവും തോന്നാറുണ്ട്. ഇതൊന്നും ഒരു ടൂറിസ്റ്റ് സ്പോട്ടല്ല, പക്ഷേ അതിനേക്കാൾ സന്തോഷം പകർന്നു തരുന്ന സ്ഥലങ്ങളാണ് ഇവയെല്ലാം.